കൂട്ടുകാരെ, ഇന്നേ ദിവസം പരിസര പഠനം യൂണിറ്റ് 3 സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേഡ സമരം എന്നിവ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നടന്ന 2 സംഭവങ്ങളാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും നിസ്സഹകരണ സമരവും. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ഏപ്രിൽ 3-ന്. എവിടെ വെച്ചാണ്? പഞ്ചാബിൽ വെച്ച്. എന്താണ് ഈ സംഭവത്തിന്റെ പ്രത്യേകതകൾ? ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ നടന്ന പ്രതിഷേധ യോഗമായിരുന്നു ഇത്. പഞ്ചാബ് ഗവർണർ ജനറൽ മൈക്കിൾ ഒ ഡയർ വെടിവെക്കാൻ ഉത്തരവിട്ടു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും അനേകായിരങ്ങൾ മരിച്ചു വീണു. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം. 1919 ഏപ്രിൽ 13-ന് പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്തിൽ വെച്ച് ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ സമാധാനപരമായി പ്രതിഷേധ യോഗം നടത്തുകയായിരുന്നു. വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനമായിരുന്നു അത്. ഈ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ പഞ്ചാബ് ഗവർണറായ ജനറൽ മൈക്കിൾ ഒ ഡയർ ഉത്തരവിട്ടു. പുറത്തേക്കുള്ള കവാടം അടച്ച് വെടിയുണ്ടകൾ തീരുന്നതുവരെ പട്ടാള മേധാവിയായ ജനറൽ ഡയറും കൂട്ടരും വെടിവെച്ചു. പരിഭ്രാന്തരായ ആളുകൾ പരക്കം പാഞ്ഞു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും അനേകം ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ ഒരു സംഭവമായിരുന്നു. ഇതുപോലെ നിങ്ങളും ഒരു കുറിപ്പ് തയ്യാറാക്കി നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഇനി അടുത്ത സമരം ഏതാണെന്ന് നോക്കൂ. നിസ്സഹകരണ സമരം. ഇത് എപ്പോഴാണ് നടന്നത്? 1920. എവിടെയാണ്? രാജ്യവ്യാപകമായി നടന്ന സമരമാണ് നിസ്സഹകരണ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഭരണത്തോട് സഹകരിക്കാതിരിക്കുക എന്നതായിരുന്നു ഈ സമരത്തിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിൽ ചെയ്ത സമരമായിരുന്നു ഇത്. ഖാദി പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക തുടങ്ങിയ ആശയങ്ങൾ ഈ സമരത്തിലൂടെ ഉയർന്നു വന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണേ. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ തയ്യാറാക്കാം. 1. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കുന്നതിന് സാധിക്കുന്ന നിയമം ഏത്? റൗലറ്റ് ആക്ട്. 2. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് നടന്നത്? 1919 ഏപ്രിൽ 6-ന്. 3. ജാലിയൻ വാലാബാഗ് മൈതാനം എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിൽ. 4. ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടിയത്? ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിൻ്റെയും ഡോക്ടർ സത്യപാലിൻ്റെയും. 5. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബിലെ ഗവർണർ ആരായിരുന്നു? ജനറൽ മൈക്കിൾ ഒ ഡയർ. 6. മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് എപ്പോൾ? 1940 മാർച്ച് 13-ന്. 7. ആരാണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത്? ഉദ്ധം സിംഗ് അഥവാ റാം മുഹമ്മദ് സിംഗ് ആസാദ്. 8. എവിടെ വെച്ചാണ് മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചു കൊന്നത്? ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ. 9. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവാര്? ഷൗക്കത്ത് അലി. 10. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നതെപ്പോൾ? 1920. 11. ആരുടെ കൂടെയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്? ഷൗക്കത്ത് അലിയുടെ കൂടെ. 12. ചൗരി ചൗരാ സംഭവം നടന്നതെപ്പോൾ? 1922. 13. ചൗരി ചൗര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. 14. ഗാന്ധിജി നിസ്സഹകരണ സമരം ഉപേക്ഷിച്ചത് ഏത് സംഭവത്തോടെയാണ്? ചൗരി ചൗര സംഭവം. 15. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. കൂട്ടുകാർ കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കി എഴുതുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.